ഹായ് മക്കളെ, എല്ലാവർക്കും എഡ്യൂസാറ്റ് ലേണിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് ശരത് എന്നാണ്. നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഓർഗാനിക് കെമിസ്ട്രി ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചാണ്. രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് സെറ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഏതൊക്കെയാ? ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി മക്കളെ നമുക്കറിയാം 37-38 ദിവസമുള്ളൂ നമ്മുടെ ഓണം എക്സാമിന്. ഓക്കെ, കെമിസ്ട്രി 2.5 ചാപ്റ്റർ ആണ് നമ്മൾ ഓണം എക്സാമിന് വേണ്ടത്. ഒന്നാമത്തത് ഓർഗാനിക് കെമിസ്ട്രി ആണ്. രണ്ടാമത്തത് അതിന്റെ റിയാക്ഷൻ, രാസപ്രവർത്തനം. മൂന്നാമത്തത് പീരിയോഡിക് ടേബിളിന്റെ പകുതി, ഏകദേശം കോപ്പർ ക്രോമിയത്തിന്റെ സബ്സ്റ്റേറ്റ് ഇലക്ട്രോൺ വിന്യാസം വരെ നമുക്ക് എന്തായാലും പഠിക്കണം. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റായിട്ട് പഠിക്കാം. ഓക്കെ, നമ്മൾ ഈ 2.5 ചാപ്റ്റർ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ എക്സാം എടുക്കുമ്പോൾ ഒരു മാരത്തോൺ പോകും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് A+ കുറച്ച് ഒരു മാർഗം നമുക്ക് വേണ്ട. നമ്മുടെ ഉദ്ദേശം കെമിസ്ട്രിക്ക് A+ ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നവര് നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ എന്ത് ചെയ്യുക? ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. മാത്സ് നിങ്ങളുടെ സപ്പോർട്ട് വേണം മക്കളെ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അറിയാലോ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചാണ്. ആൽക്കഹോൾ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ എന്താ? ആസിഡ് പഠിച്ചു. ആൽക്കഹോളിന്റെ പേര് എങ്ങനെ എഴുതും? നമുക്കറിയാം, ആൽക്കേനിൽ നിന്നും അല്ലേ ഈ മാറിയിട്ട് അവിടെ എന്തിനെ ചേർക്കണം? ഓളിനെ ചേർക്കണം. ഞാൻ പറഞ്ഞ ആൽക്കേന്റെ അകത്തുനിന്ന് ഈ കളഞ്ഞിട്ട് ഓളെ ചേർക്കണം. ആൽക്കനോൾ. എന്താ? ആൽക്കനോൾ എന്ന് വരും അല്ലെ? മെത്തനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ, അങ്ങനെ വരത്തില്ലയോ? ഓക്കെ, ആൽക്കേന്റെ അകത്തുനിന്ന് ഈ അങ്ങ് കളയുക, ഓളെ ചേർക്കുക. അതാണ് ആൽക്കഹോള്. രണ്ടാമത്തെയാണ് കാർബോക്സിലിക് ആസിഡ്. എന്താ? ആൽക്കേന്റെ അകത്തൂന്ന് എന്താണ്? ആൽക്കേന്റെ അകത്തൂന്ന് ഈ കളഞ്ഞിട്ട് എന്ത് ചേർക്കുക? ഓയിക് ആസിഡ് ചേർക്കുക. ഓയിക് ആസിഡ്. ആൽക്കനോയിക് ആസിഡ്. ആൽക്കനോയിക് ആസിഡ് എന്ന് വരും. ആൽക്കനോയിക് ആസിഡ്, മെത്തനോയിക് ആസിഡ്, എഥനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ്, പെന്റനോയിക് ആസിഡ്, ഹെക്സനോയിക് ആസിഡ്, അങ്ങനെ വരും. അവസാനം ഓയിക് ആസിഡ് ചേർക്കണം. ക്ലിയർ ആണോ? ഇനി ആൽഡിഹൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചേർക്കണം? ആൽഡിഹൈഡ് ആൽക്കേന്റെ അകത്തൂന്ന് മക്കളെ ഈയെ കളഞ്ഞിട്ട് ആളിനെ ചേർക്കണം. ആള് ആൽക്കനാള് എന്ന് വരും. മെത്തനാള്, എഥനാള്, ബ്യൂട്ടനാള്, പ്രൊപ്പനാള്, ആളെന്ന് വരും. മനസ്സിലായി? ആളെന്ന് വരും. നമുക്കറിയാം CHO ആണ് ആൽഡിഹൈഡ് എന്ന് വെച്ചാൽ. CHO ആണ് ആൽഡിഹൈഡ് എന്ന് വെച്ചാൽ COOH എന്ന് വരും അല്ലെ? COOH എന്ന് വരൂലേ? ഞാൻ നേരത്തെ പറഞ്ഞു, കാർബൺ ആറ്റത്തിന് 4 ബോണ്ട് വേണം. 4 ബോണ്ട് വേണം. എൻ്റെ മക്കൾ പറ, 4 ബോണ്ട് വേണം. 1 ബോണ്ട്, 2 ബോണ്ട്, 3 ബോണ്ട്, ഇനി 1 ബോണ്ട് വേണം. അതിവിടെ കൊടുക്കാം. ആ ബോണ്ട് നമുക്ക് ഒന്നെങ്കിൽ H കൊടുക്കാം, അല്ലെങ്കിൽ CH3 കൊടുക്കാം. ഓക്കെ ആണ്? H കൊടുക്കാം, CH3 കൊടുക്കാം. അപ്പൊ നോക്കിയേ, ഈ കാർബണിന് 4 ബോണ്ട് ആയില്ലേ? എന്റെ മക്കൾ പറ, ഒന്നാമത്തെ ബോണ്ട്, 2, 3, 4 ബോണ്ട് ആയില്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ എന്ത് വരും മക്കളെ? ഇങ്ങനെ വരത്തില്ലേ? ഒന്ന് ആലോചിച്ച്. H എന്താ? CHO എന്ന് വരൂലേ? ഇവിടെ എത്ര കാർബണാറ്റം ഉണ്ട്? ഒരു കാർബണാറ്റം ഉണ്ടെങ്കിൽ ഇതിന്റെ പേര് എങ്ങനെ വായിക്കും മക്കളെ? ഒരു കാർബണാറ്റം ആണെങ്കിൽ മീത്തേൻ എന്ന് വായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആസിഡ് ആയാലും ആൽഡിഹൈഡ് ആയാലും ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കാർബണാറ്റം നമ്മൾ എണ്ണും. കീറ്റോൺ ആണെങ്കിലും എണ്ണും.
മീതേന്റെ അകത്തുനിന്ന് ഈ കളഞ്ഞിട്ട് എന്ത് ചേർക്കും? ആളെന്ന് വരും. അപ്പൊ എന്താ? മെത്തനാള്, മെത്തനാള്. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ, ഒരിക്കലും ഈ ആൾഡിഹൈഡ് ഒന്നും ബ്രാഞ്ച് ആയിട്ട് വരത്തില്ല. നോക്കാം, ഇങ്ങോട്ട് നോക്കിയേ, അടുത്ത് നോക്കിയേ, ക്ലിയർ ആയോ? അപ്പൊ എന്താണ്? എഥനാള്, മെത്തനാള്, ആളെന്ന് വരും. നോക്കിയേ, അപ്പൊ നോക്കിയേ, സി ഡബിൾ ബോണ്ട് ഓ, കണ്ട എച്ച്, ഇതല്ലേ ആൾഡിഹൈഡ്. ഇവിടെ ഒരു എന്ത് വരും? ബോണ്ട് വരും. അപ്പോഴേ 4 ആകത്തുള്ളു അല്ലേ? ഓക്കെ, 4 ആകത്തുള്ളു. അപ്പൊ ഇവിടെ എന്താണ്? CH3 വരൂലേ? വരും. മനസ്സിലായോ? അപ്പൊ നോക്കി, ഇതിനെ എങ്ങനെ എഴുതാം? എന്താ? CH3 പറഞ്ഞു, CHO എന്ന് വരും. ഇതാണ്. എത്ര കാർബൺ ഉണ്ട്? 1, 2 കാർബൺ. ഇതെന്താണ്? ആൾഡിഹൈഡ് ആണ്. അപ്പൊ എന്ത് വരും മക്കളെ? എഥനാൾ. എന്താണ്? എഥനാൾ എന്ന് വരും. സിമ്പിളാണ്. എഥനാൾ എന്ന് വരും. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്റെ മക്കളെ പറ, വേഗം പറ. CH3 പറഞ്ഞു, CH2, CHO, കണ്ടോ? CHO. അപ്പൊ നിങ്ങൾ പറ മക്കളെ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, 2, 3 കാർബൺ ആറ്റം. 3 കാർബൺ ആറ്റം വന്നാൽ പ്രൊപ്പേൻ. ഈ മാറി ആൾ. പ്രൊപ്പനാൾ എന്ന് വരും. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ പറയാം. ആൽക്കഹോൾ ആണെങ്കിൽ ഓളെ ചേർക്കാം. തെറ്റ്. അങ്ങനെ ആണെങ്കിൽ ആസിഡ് ആണെങ്കിൽ ഓയിക് ആസിഡ്. എന്നാൽ ആൽഡിഹൈഡ് ആണെങ്കിൽ ആളെന്ന് ചേർക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റെ മക്കൾ പറ. CH3, CH2, CHO, CHO കണ്ടാൽ ആൾഡിഹൈഡ് ആണ്. എത്ര കാർബൺ ആറ്റം ഉണ്ട്? പറയാൻ എണ്ണാൻ അറിയണം. 1, 2, 3, 4, 5. 5 പെന്റനാൾ. എന്താണ്? പെന്റനാൾ എന്ന് വരും. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പെന്റനാൾ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പം പഠിച്ചു വെച്ചോണം. ഓക്കെ, CHO കണ്ട, CHO ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. എന്ത്? ആൾഡിഹൈഡ്. എന്താണ്? ആൾഡിഹൈഡ്. നിങ്ങൾ പറയണ്ട, ആൽക്കേന്റെ അകത്തു ഈ കളഞ്ഞിട്ട് ആളിനെ ചേർക്കുക. ഇത്രയുള്ളൂ. ആൽക്കനാൾ, മെഥനാൾ, എഥനാൾ, ബ്യൂട്ടനാൾ, പെന്റനാൾ, ഹെക്സനാൾ, അങ്ങനെ വരും. ഓക്കെ, നിങ്ങൾ നോക്ക്. 1 ഒരു കാർബൺ, 2. ഇതാണ് എഥനാൾ. എന്താണ്? എഥനാൾ. കണ്ടോ? 1, 2 കാർബൺ, എഥനാൾ. ഓക്കെ ആണ്. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. എഥനാൾ എന്ന് പറയും. എന്ത് വരും? എഥനാൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കീറ്റോണിനെ കുറിച്ചാണ്. കീറ്റോൺ. അപ്പൊ 3 ഫങ്ഷൻ ഗ്രൂപ്പ് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ചു. 1 പറഞ്ഞു ആൽക്കഹോൾ, 2 കാർബോക്സിലിക് ആസിഡ്, 3 ആൽഡിഹൈഡ്. ഓക്കെ, 4 കീറ്റോൺ. കീറ്റോണിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ചോദിച്ചാൽ നമുക്കറിയാം C ഡബിൾ ബോണ്ട് O ആണ്. C ഡബിൾ ബോണ്ട് O. ഇവിടെയും ഒരു വേറെ കാർബൺ ആറ്റം വരും. കാരണം എന്താ? കാർബണിന് എപ്പോഴും 4 വര, 4 ബോണ്ട് വരും അല്ലേ? 2 എണ്ണം വന്നു, 3 എണ്ണം, 4 എണ്ണം. ഓക്കെ, ഇവിടെ CH3 വരാം, ഇവിടെ CH3 വരാം. മനസ്സിലായ കത്തിയോ നിങ്ങൾക്ക്? ഇവിടെ CH3 വരാം, ഇവിടെ CH3 വരാം. ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ കീറ്റോൺ എന്ന് വെച്ചാൽ C ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ CO ആണ്. C ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ CO ആണ്. എങ്ങനെ കീറ്റോണിന്റെ പേര്? ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ ആൽക്കേൻ എടുക്കുക. ഈ കളഞ്ഞിട്ട് ഓൺ ചേർക്ക. ഓൺ കീറ്റോണിന്റെ ഓൺ. ആൽക്കനോൺ. എന്താണ്? ആൽക്കനോൺ എന്ന് വരും. ആൽക്കനോൺ, മെത്തനോൺ, എഥനോൺ, ഓൺ എന്ന് വരും. ഓൺ. ഓക്കെ അല്ലേ? ആൽക്കനോൺ എന്ന് വരും. ഓൺ. പ്രൊപ്പനോൺ, പെന്റനോൺ,
ഹെക്സനോൺ, ഓൺ, ഓൺ വരും. ഓക്കെ, ആൽക്കേൻ്റെ അകത്തുനിന്ന് ഈ കളഞ്ഞിട്ട് ഓൺ ചേർക്കുക, ഓൺ, ആൽക്കനോൺ. ഞാൻ ഒന്നും കൂടെ പറയാം. ഓക്കെ, ആൽക്കഹോൾ ആണെങ്കിൽ ആൽക്കേൻ്റെ അകത്തുനിന്ന് ഈ മാറിയിട്ട് ഓളെ ചേർക്കുക, ഓളെ അങ്ങ് ചേർക്കുക. ആൽഡിഹൈഡ് ആണെങ്കിൽ ആൽക്കേൻ്റെ അകത്തുനിന്ന് ഈ മാറിയിട്ട് ആളെ ചേർക്കുക. ആസിഡ് ആണെങ്കിൽ ആൽക്കേൻ്റെ അകത്ത് ഈ കളഞ്ഞിട്ട് ഓയിക് ആസിഡ് ചേർക്കുക. കീറ്റോൺ ആണെങ്കിൽ ആൽക്കേൻ്റെ അകത്തുനിന്ന് ഈ കളഞ്ഞിട്ട് ഓണെ ചേർക്കുക. നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചിരിക്കാം. സി ഡബിൾ ബോണ്ട് OLA എന്ത്? കീറ്റോൺ. സി ഡബിൾ ബോണ്ട് OLA കീറ്റോൺ. ഇവിടെയും വരയുണ്ട്. കാരണം കാർബണിന് 4 വര. ഞാൻ പറഞ്ഞ കാർബണിന് ഫുൾ വയറ് നിറയണമെങ്കിൽ 4 പൊറോട്ട വേണം. 1, 2, 3, 4 പൊറോട്ട, 4 വര. ഞാൻ പറഞ്ഞ കാര്യമോ? 4 വര അല്ലേ? ഇവിടെ എന്താണ്? CH3 കൊടുത്തു. ഇവിടെ എന്താണ്? CH3 കൊടുത്തു. ഓക്കെ, ഇവിടെ CH3 കൊടുത്തു. നോക്കിയേ, ഇവിടെ എത്ര കാർബണാറ്റം ഉണ്ട്? 1 CH3 ആണ്. 1, 2, 3 അല്ലേ? നോക്കിയേ, 1, 2, 3 ആവുമ്പോൾ പ്രൊപ്പേൻ എന്ന് വരും. പ്രൊപ്പേന്റെ അകത്തുനിന്ന് ഈ മാറ്റിയിട്ട് ഓൺ ചേർക്കുക. പ്രൊപ്പനോൺ. ഓക്കെ, പ്രൊപ്പനോണ്. പ്രൊപ്പനോണ് ഓൺ. പ്രൊപ്പനോണ്. ഞാൻ പറഞ്ഞ ആൽക്കേൻ്റെ അകത്തുനിന്ന് ഈ കളഞ്ഞിട്ട് ഓണെ ചേർക്കുക. ആൽക്കനോൺ എന്ന് വരും. ഓൺ ചേർക്കുക. മനസ്സിലായേ? നോക്കിയേ, കാരണം ഇതാ ഞാൻ അങ്ങോട്ട് എഴുതിയത്. നോക്കിയേ, 1, 2 കാർബണാറ്റം, 3 കാർബണാറ്റം ഉണ്ട്. 3 കാർബണാറ്റം ഉണ്ടെങ്കിൽ പ്രൊപ്പേൻ എന്ന് വരും. ഈ മാറ്റുക, ഓണെ ചേർക്കുക. പ്രൊപ്പനോൺ എന്ന് വരും. സെറ്റാണ്, പ്രൊപ്പനോൺ എന്ന് വരും. ഇനി നമുക്ക് ബ്രാഞ്ച് വരുന്ന ഒരു കേസ് നോക്കാം. എന്ന് വെച്ചാൽ പൊസിഷൻ പറയുന്ന കേസ് നോക്കൂ. CH3, CH2, CO, CH3. ഓക്കെ, ഇങ്ങനെ എഴുതാം. CO കണ്ടാൽ അത് കീറ്റോൺ ആണ്. CO കണ്ടാൽ അതെന്താണ്? കീറ്റോൺ ആണ്. അപ്പൊ എന്ത് വരും? ഒന്ന് പറഞ്ഞേ. CH3, CH2, C ഡബിൾ ബോണ്ട് O, CH3 എന്ന് വരും. മനസ്സിലായോ? C ഡബിൾ ബോണ്ട് O, CH3 എന്ന് വരും. അല്ലെങ്കിൽ CO, CH3 എന്ന് വരും. മനസ്സിലായോ? CO, CH3 അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് O, CH3 എന്ന് വരും. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ ശരിയാ, ഇതും ശരിയാ. നമുക്ക് ആദ്യത്തെ നോക്കാം. നിങ്ങൾ പറ, ഇവിടെ എത്ര കാർബണാറ്റം ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണമുണ്ട്. 5 ആണെങ്കിൽ എന്ത് വരും? പെൻഡേൻ എന്ന് വരും. 5 ആണെങ്കിൽ പെൻഡേന്റെ അകത്തുനിന്ന് ഈ മാറ്റിയാൽ പെൻഡാൻ. ഈ മാറ്റുക. നമ്മൾ നേരത്തെ ആൽക്കഹോൾ പറഞ്ഞു വിട്ട് ഒരു ഹൈഫൻ ഇടുക. ഇനി ഇവിടാണ് കീറ്റോൺ. ഇതിന്റെ പൊസിഷൻ നോക്കുക. ലെഫ്റ്റിൽ നിന്ന് എണ്ണുക, റൈറ്റിൽ നിന്ന് എണ്ണുക. 1, 2, 3, 4, 5. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ CO വന്നത് 4ാമത്തെ കാർബണാറ്റം. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കാർബണാറ്റം ഇവിടെ നമ്മൾ എണ്ണണം. 4ാമത്തെ കാർബണാറ്റം. മനസ്സിലായോ? റൈറ്റിൽ നാവുമ്പോൾ 1, 2, 3, 4, 5 2ാമത്തെ കാർബണാറ്റം. അപ്പൊ പെൻഡാൻ 2 കൊടുക്കുക, അവസാനം ഓൺ കൊടുക്കുക. പെൻഡാൻ 2 ഓൺ. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു എക്സാമ്പിൾ ഞാൻ തരാം. CH3, CH2, CO, CH3. ഓക്കെ, CH3. നിങ്ങൾ പറ, ഇവിടെ എത്ര കാർബണാറ്റം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. 7 വന്നാൽ ഹെപ്റ്റേൻ. അവർ നീ കളയുക. ഈ കളഞ്ഞിട്ട് ഹെപ്റ്റാൻ എന്ന് ഒരു ഹൈഫൻ ഇടുക. ഈ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എണ്ണുക.
ഏറ്റവും ചെറിയ പൊസിഷൻ നോക്കുക. ഇവിടെ നിന്ന് 1 2 3 4 5 6 7 ലെഫ്റ്റിൽ നിന്നുമ്പോൾ 7ാമത്തെ പൊസിഷൻ, റൈറ്റിൽ നിന്നുമ്പോൾ 1 2 3 4 5 6 7 2ാമത്തെ പൊസിഷൻ. അപ്പൊ എന്താ? ഹെപ്റ്റാൻ ഹെപ്റ്റാൻ 2 ഓൺ എന്ന് വരും. ഹെപ്റ്റാൻ 2 ഓൺ, ഹെപ്റ്റാൻ 2 ഓൺ, ഹെപ്റ്റാൻ 2 ഓൺ. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ക്വസ്റ്റ്യനാ. നോക്കാം. പറഞ്ഞു 1 2 3 4 5. 5 ആണെങ്കിൽ 5 നോക്കി, 1 2 3 4 5 കാർബൺ ആറ്റം ഇല്ലേ? 5 കാർബൺ ആറ്റം ആണെങ്കിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ 5 എണ്ണമാണ്. നെയിം ഓഫ് ദ ആൽക്കെയിൻ, ആൽക്കെയിൻ 5 ആണെങ്കിൽ എന്ത് വരും? പെൻറ്റേൻ എന്ന് വരും അല്ലേ? കറക്റ്റ് പൊസിഷൻ ഓഫ് നമ്പർ ഓഫ് ഫംഗ്ഷൻ ഗ്രൂപ്പ്, കറക്റ്റ് പൊസിഷൻ കണ്ട. ഇവിടെ നിന്നുമ്പോൾ 4ാമത്തത്, ഇവിടെ നിന്നുമ്പോൾ 2, അപ്പൊ 2. അപ്പൊ പെൻറ്റാൻ 2 ഓൺ, പെൻറ്റാൻ 2 ഓൺ. അങ്ങനെയാണ്. ഇതിന്റെ പേര് എന്റെ മക്കൾ എല്ലാവർക്കും ഒന്ന് എഴുതാവോ? ഇതിന്റെ പേര് എന്റെ മക്കൾ എല്ലാവരും ഒന്ന് എഴുതാവോ? ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ 2 3 4 5 5 1 2 3 4 5 1 2 3 4 5 5 ആകുമ്പോൾ എന്ത് വരും? 5 ആകുമ്പോൾ പെൻറ്റേൻ എന്ന് വരും അല്ലേ? പെൻറ്റേൻ എന്ന് വരും അല്ലേ? നോക്കിയേ, 1 2 3 4 5 5 ആകുമ്പോൾ പെൻറ്റേൻ 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 അല്ലെ? ഈ മാറ്റുക, ഒരു ഹൈഫൻ ഇടുക. ഇനി പറ, ഇവിടെ OH അല്ല, സോറി, CO പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് 1 2 3ാമത്തെ കാർബൺ ആറ്റം 4 5. ഇവിടെ നിന്ന് 1 2 3 4 5. ലെഫ്റ്റിൽ നിന്നുമ്പോഴും 3, റൈറ്റിൽ നിന്നുമ്പോഴും 3. ഏറ്റവും ചെറുത് 3, അവസാനം ഓണെന്ന് എടുക്കുക. കണ്ട? പെൻറ്റാൻ 3 ഓണെന്ന് വരും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 4 ഫംഗ്ഷൻ ഗ്രൂപ്പ് പഠിച്ചു. ഒന്നാമത്തെ എന്താണ്? ആൽക്കഹോൾ. രണ്ടാമത്തെ കാർബോക്സിലിക് ആസിഡ്. മൂന്നാമത്തത് ആൽഡിഹൈഡ്. 4 കീറ്റോൺ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ഫംഗ്ഷൻ ഗ്രൂപ്പിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ഫംഗ്ഷൻ ഗ്രൂപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹാലോ ഗ്രൂപ്പ്. ഹാലജൻ ആണ്. അപ്പൊ നോക്കാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അതാണ് ഹാലജൻ എന്ന് പറയുന്നത്. ഓക്കെ. ഫ്ലൂറിൻ വന്നാൽ നമ്മൾ ഫ്ലൂറോ എന്ന് പറയും. ഫ്ലൂറോ. ക്ലോറിൻ വന്നാൽ ക്ലോറോ എന്ന് പറയും. ബ്രോമിൻ വന്നാൽ ബ്രോമോ എന്ന് പറയും. അയഡിൻ വന്നാൽ അയിഡോ എന്ന് പറയും. ക്ലോറോ, ഫ്ലൂറോ, ബ്രോമോ, അയിഡോ എന്ന് പറയും. ഇതെങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഒരെണ്ണം സിമ്പിൾ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. CH3 Cl. ഇവിടെ വന്ന എന്താണ്? ക്ലോറിൻ ആണ്. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഒന്നുമില്ല, ക്ലോറോ മീത്തേൻ എന്ന് വരും. ഓക്കെ. കാരണം ക്ലോറിൻ വന്നു, ഒരു കാർബൺ ആറ്റം, ക്ലോറോമീത്തേൻ. അപ്പൊ ഇതൊന്ന് പറഞ്ഞേ, CH3Br. ഒന്ന് പറഞ്ഞേ, CH3Br. ബ്രോമോമീത്തേൻ. മനസ്സിലായോ? ബ്രോമോമീത്തേൻ. കിട്ടിയോ? ക്ലോറോമീത്തേൻ, ബ്രോമോമീത്തേൻ. ഫ്രണ്ടിൽ ക്ലോറോ, ബ്രോമോ, അയിഡോ എന്നൊക്കെ ചേർക്കും. ഫ്രണ്ടിൽ ചേർക്കും. ക്ലോറോമീത്തേൻ, ബ്രോമോമീത്തേൻ, അയിഡോമീത്തേൻ. ഫ്രണ്ടിൽ ക്ലോറോ, ഫ്ലൂറോ, ബ്രോമോ, അയിഡോ എന്ന് നമ്മൾ ചേർക്കും. മനസ്സിലായതേ? CH3I. എല്ലാരും പറ, അയിഡോമീത്തേൻ. മനസ്സിലായോ? CH3F. പറ, ഫ്ലൂറോമീത്തേൻ. മനസ്സിലായോ? ഒന്നുമില്ല, മറ്റേതിന്റെ മുൻപിൽ എന്ത് ചേർക്കും? ഈ പറഞ്ഞുകൊണ്ട് ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ എന്ന് ചേർക്കും. ഇനി ബ്രാഞ്ച് വന്നാൽ എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഉദാഹരണത്തിന് CH3. ഇവിടെ എന്ത് വന്നു? ബ്രാഞ്ച് വന്ന് Cl വന്നത് വിചാരിക്കാം. ഇവിടെ Cl വന്നത് വിചാരിക്കാം. നമുക്കറിയാം Cl വന്നാൽ ആദ്യം ഇതിന്റെ പേര് പറയുക. പറ, ഇതിന്റെ പേരെന്താ? 1 2 3. 3 ആകുമ്പോൾ നമുക്കറിയാം അതിന്റെ പേര്
പ്രൊപ്പേൻ എന്നാണ്. ഒന്ന് പറഞ്ഞേ കുഞ്ഞുങ്ങളെ, പ്രൊപ്പേൻ, പ്രൊപ്പേൻ എന്നാണ്. ഇനി ഇതല്ലേ ബ്രാഞ്ച് ശാഖ ക്ലോറിൻ അല്ലേ? ക്ലോറിൻ ആണെങ്കിൽ പറ ക്ലോറോ എന്ന് വരും. ക്ലോറോ എന്ന് വരും അല്ലെ? ക്ലോറിൻ, അതേ ക്ലോറിൻ ആണെങ്കിൽ എന്താ? ക്ലോറോ എന്ന് വരും. ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ എന്ന് വരും. അപ്പൊ ക്ലോറോ എന്ന് വന്നു. ഇനി നോക്കിയാ മക്കളെ, ഇനി ഈ ക്ലോറിന്റെ പൊസിഷൻ നോക്കാം. ലെഫ്റ്റിൽ നിന്ന് എണ്ണുക. 1 2 3. റൈറ്റിൽ നിന്ന് എണ്ണുക. പറ 1 2 3. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോഴും രണ്ടാമത്തെ പൊസിഷൻ ക്ലോറിനുണ്ട്. റൈറ്റിൽ നിന്ന് എണ്ണുമ്പോഴും രണ്ടാമത്തെ പൊസിഷൻ. അപ്പൊ പൊസിഷൻ എന്താണ്? 2 ആണ്. മനസ്സിലായോ? ആദ്യം പൊസിഷൻ എഴുതുക. നമ്മൾ ബ്രാഞ്ചുള്ള ആൽക്കേന്റെ പേര് പഠിച്ചില്ലേ? അതുകൂടെ തന്നെ ആദ്യം പൊസിഷൻ എഴുതുക 2, ഒരു ഹൈഫൻ ഇടുക. ഇനി ബ്രാഞ്ച് ഏത് ഹാലജൻ ഗ്രൂപ്പാണ് എഴുതുക? ക്ലോറോ. പിന്നെന്താണ്? പ്രൊപ്പേൻ. കണ്ട, 2 ക്ലോറോപ്രൊപ്പേൻ എന്ന് വരും. ഇനി ഞാനൊന്ന് ചോദിക്കാം, നിങ്ങൾ പറയണം. പറഞ്ഞു മക്കളെ. CH3 CH2 CH ഇവിടെ Cl, ഇവിടെ എന്താ? CH2 CH3. നിങ്ങൾ പറ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 6. 6 കാർബൺ ആറ്റം ആണെങ്കിൽ എന്ത് വരും? 6 കാർബൺ ആറ്റം ആണെങ്കിൽ ഹെക്സേൻ എന്ന് വരും അല്ലേ? ഇനി ബ്രാഞ്ച് ക്ലോറിൻ അല്ലേ? അപ്പൊ എന്താ? ക്ലോറോ എന്ന് വരും. ഇത്രയും കാര്യം ഓക്കെയാണ്. ഇനി ക്ലോറിന്റെ പൊസിഷൻ നമ്മൾ അങ്ങോട്ട് നോക്കാം. ലെഫ്റ്റിൽ നിന്ന് എണ്ണുക, റൈറ്റിൽ നിന്ന് എണ്ണുക. ഏറ്റവും ചെറിയ പൊസിഷൻ ലെഫ്റ്റ്, റൈറ്റ്, ഏറ്റവും ചെറിയ പൊസിഷൻ. ലെഫ്റ്റിൽ നോക്കാം. നോക്കിയേ, 1 2 3 4 5 6. റൈറ്റിൽ നിന്ന് 1 2 3 4 5 6. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ ക്ലോറിൻ കിടക്കുന്നത് 3ാമത്തെ പൊസിഷൻ. റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 4ാമത്തെ പൊസിഷൻ. കണ്ടോ? നിങ്ങൾക്ക് എണ്ണാൻ പഠിക്കണം. 1 2 3 4 5 6. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ 3, റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 4. ഇത്രേ ഉള്ളു കാര്യം. ഏറ്റവും ചെറുത് 3 അല്ലേ? അപ്പൊ എന്താണ്? 3 പറ. ക്ലോറോ ഹെക്സേൻ എന്ന് വരും. കണ്ട, 3 ക്ലോറോ ഹെക്സേൻ. സിമ്പിൾ ആണ്. ഓക്കെ ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയണം. ഓക്കെ, CH3 CH, ഇവിടെ Br, ഇവിടെ Br കൊടുക്കാം. ഇവിടെ Br, ഇവിടെ CH, ഇവിടെ Br. CH2 CH3. ഓക്കെ, നിങ്ങൾ പറ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? പറഞ്ഞു. 1 2 3 4 5 6. 6 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വായിക്കും? നേരത്തെ പറഞ്ഞതാണ് ഹെക്സേൻ. എന്താ? ഹെക്സേൻ എന്ന് വായിക്കും. ഓക്കെ, ഇനി വന്ന ബ്രാഞ്ച് ഏതാ? ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ. ഇവിടെ 2 ബ്രോമിൻ ഉണ്ട്. 2 എണ്ണം ഉണ്ടെങ്കിൽ ഡൈ, 3 ഉണ്ടെങ്കിൽ ട്രൈ, 4 ഉണ്ടെങ്കിൽ ടെട്രാ. നമ്മൾ അവിടെ പറഞ്ഞു കൂട്ടും അല്ലേ? വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, മോണോ അല്ല, ഡൈ, ട്രൈ, അങ്ങനെ വരും. 2 എണ്ണം ഉണ്ടെങ്കിൽ ഡൈ, 3 ഉണ്ടെങ്കിൽ ട്രൈ, 4 ഉണ്ടെങ്കിൽ ടെട്രാ എന്ന് വരും. ഇനി പറ, ലെഫ്റ്റിൽ നിന്ന് 1 2 3 4 5 6. റൈറ്റിൽ നിന്ന് 1 2 3 4 5 6. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ബ്രാഞ്ച് വന്നു. കണ്ട, റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 4. കണ്ട, ഏറ്റവും ചെറുത് 2 അല്ലേ? പിന്നെ അവിടെ നിന്ന് വേണം എണ്ണിപ്പോകാൻ. അതെ, 2 പിന്നെന്താ 3. അപ്പൊ എന്താ? 2ലും 3ലും ബ്രോമിൻ വന്നു. അപ്പൊ എന്താ? 2,3 ഡൈ 2,3 ഡൈ ബ്രോമോ. എന്താ? ഹെക്സേൻ. ഡൈ ബ്രോമോ ഹെക്സേൻ.
ഹെക്സേൻ എന്ന് വരും. 2,3 ഡൈബ്രോമോ ഹെക്സേൻ എന്ന് വരും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തോളം ഞാൻ തരട്ടെ. CH3 Br CH Br പറഞ്ഞോ. CH2 CH3 എന്ന് വരും. പറ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5. 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എന്ത് വായിക്കും? പെന്റേൻ എന്ന് വായിക്കും. ഇവിടെ ബ്രാഞ്ച് ബ്രോമിനാണ്. 3 ബ്രോമിൻ ഉണ്ട്. പറ, ഒന്നാമത്തേതിൽ 2 3 4 5 തിരിച്ചെണ്ണുമ്പോൾ 1 2 3 4 5. ലെഫ്റ്റിൽ നിന്നുമ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഇതേ നോക്കിയേ 2 ബ്രാഞ്ച് വന്നു. കണ്ടോ? രണ്ടാമത്തെ ലെഫ്റ്റിൽ നിന്നുമ്പോൾ 2, റൈറ്റിൽ നിന്നുമ്പോൾ 3. ലെഫ്റ്റിൽ നിന്ന് 2, റൈറ്റിൽ നിന്ന് 3. ഏറ്റവും ചെറുത് 2 അല്ലേ? അപ്പൊ രണ്ടാമത്തെ പൊസിഷനിൽ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 ബ്രാഞ്ച് ഉണ്ട്. 2 2. പിന്നെ മൂന്നാമത്തിൽ വന്നു. ഒന്ന് പറഞ്ഞേ. 2,3 ഡൈബ്രോമോ പെന്റേൻ. മനസ്സിലായി? 2 2 3 ഡൈബ്രോമോ ഡൈ അല്ല, ട്രൈബ്രോമോ. ട്രൈബ്രോമോ 3 അല്ലേ? ട്രൈബ്രോമോ പെന്റേൻ എന്ന് വരും. 2 2 3 ബ്രോമോ പെന്റേൻ എന്ന് വരും. ക്ലിയർ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പേരെഴുതുന്നത്. ആദ്യമേ പൊസിഷൻ ഓഫ് ഹാലജൻ ഗ്രൂപ്പ്. ഹാലജൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ പറയുക. പിന്നെ ഒരു ഹൈഫൻ ഇടുക. പിന്നെ നെയിം ഓഫ് ദ ഹാലോ ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പാണോ, ഐഡയാണോ ബ്രോമയാണോ അത് എഴുതുക. ലാസ്റ്റ് ആൽക്കേൻ എഴുതുക. നമുക്ക് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പറയണം. 2 3 4 പറഞ്ഞു. ട്രൈ ബ്രോമോ ഒക്ടേൻ. ആദ്യം ഒക്ടേൻ ആവുമ്പോൾ എത്ര കാർബൺ ആറ്റം? ഒക്ടേറ്റ. 1 2 3 4 5 6 7 8. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടെ വരയ്ക്കാം. സ്പേസ് കിട്ടിയില്ല. ഒരു ആവേശത്തിന് ഒക്ടേൻ എഴുതിയതാണ്. 1 2 3 4 5 6 7 8. ഓക്കെ. ഇനി എത്രാമത്തെ കാർബൺ ആറ്റത്തിലാ ബ്രോമിൻ വന്നത്? 2ൽ വന്നു. നേക്ക് ഇങ്ങനെ പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ലെഫ്റ്റിന്നോ റൈറ്റിന്നോ നമുക്ക് എണ്ണാം. ഞാൻ ലെഫ്റ്റിൽ നിന്ന് എണ്ണുവാണ്. 2 എന്ന് വെച്ചാൽ ഇവിടെ ബ്രോമിൻ വന്നു. പിന്നെ എത്ര വന്നു? 3ാമത്തിൽ വന്നു. ഇവിടെ ബ്രോമിൻ വന്നു. പിന്നെ എത്ര? 4ാമത്തിൽ വന്നു ബ്രോമിൻ. ഓക്കെ. ഇനി ഹൈഡ്രേ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു കാർബൺ ആറ്റത്തിന് പ്രധാനമായും 4 വര. നോക്കി, ഇവിടെ ഈ കാർബൺ ആറ്റത്തിന് 1 വരയുണ്ട്. ബാക്കി 3 വര വേണം, എന്നാലേ 4 എണ്ണം ആകത്തുള്ളൂ. മനസ്സിലായോ? ഈ കാർബൺ ആറ്റത്തിന് 1 2 3 വരയുണ്ട്. 1 വരയ്ക്ക് പകരം H ഇട്ട് കൊടുക്കുക. ഈ കാർബൺ ആറ്റത്തിന് 1 2 3 വരയുണ്ട്. 1 വരയ്ക്ക് പകരം H ഇട്ട് കൊടുക്കുക. ഈ കാർബൺ ആറ്റത്തിന് 1 2 3 ഉണ്ട്. 1 വരയ്ക്ക് പകരം H ഇട്ട് കൊടുക്കുക. ബാക്കി CH2 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 CH3. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ലാസ്റ്റ് ഫംഗ്ഷൻ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞിട്ട് നിർത്താം. അടുത്തെയാണ് ആൽക്കോക്സി ഗ്രൂപ്പ്. എന്താണ് ആൽക്കോക്സി ഗ്രൂപ്പ്? ആൽക്കോക്സി ആണ് മക്കളെ ഈത്താർ എന്ന് പറയും. ഈത്താർ കണ്ടോ? അത് കൃത്യമായിട്ട് ഇങ്ങനെ ROR എന്ന് വരും. എന്ന് വെച്ചാൽ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് വരാം. ഒന്നെങ്കിൽ CH3 വരാം. ഇങ്ങനെ വരാം. CH3O വരാം. CH3 വരാം. മനസ്സിലായോ? CH3 CH2O CH3 വരാം. ഇങ്ങനെ വരാം. നടുക്കോ കാണും. അപ്പുറത്തും ഇപ്പുറത്തും ഏതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പ് കാണും. ഓക്കെ ആണോ? ഇനി ഇതിന്റെ പേരെങ്ങനെ ഇടാമെന്ന് നമുക്ക് നോക്കാം. നോക്കി ആദ്യം CH3 CH2 CH3 എളുപ്പമാണ്. ഞാൻ പറഞ്ഞു തരാം. ആദ്യം O കണ്ടോ?
ഓയുടെ ലെഫ്റ്റിലും റൈറ്റിലും നോക്കുക. ലെഫ്റ്റിൽ ഒരു കാർബൺ ആറ്റം, റൈറ്റിൽ 2 കാർബൺ ആറ്റം. ഒരു കാർബൺ ആറ്റം വന്നാൽ മീത്തേൻ, 2 കാർബൺ ആറ്റം വന്നാൽ ഈത്തേൻ. അപ്പം ഈ ഓക്സിജൻ ലെഫ്റ്റിൽ ഒരു കാർബൺ ആറ്റം മീത്തേൻ, റൈറ്റിൽ 2 കാർബൺ ആറ്റം ഈത്തേൻ. ശ്രദ്ധിച്ചിരിക്കാം. ഏറ്റവും കുറച്ച് കാർബൺ ആറ്റം ഏതാണോ, ഏറ്റവും കുറച്ച് കാർബൺ ആറ്റം ഏതാണോ അതിന്റെ കൂടെ ഓക്സി എന്ന് ചേർക്കുക, ഓക്സി എന്ന് ചേർക്കുക, ഓക്സി എന്ന് ചേർക്കുക. ഇവിടെ 1, 2 കാർബൺ ആറ്റം, ഇവിടെ 1 കാർബൺ ആറ്റം. ഏതാ ചെറുത്? 1 അല്ലേ? മീത്തേന്റെ കൂടെ ഓക്സി, മീത്തോക്സി എന്ന് വരും. എന്താണ്? മീത്തോക്സി. മനസ്സിലായോ? പിന്നെ ഇവിടെ 1, 2, 2 ആവുമ്പോ എന്താ? ഈത്തേൻ അല്ലേ? മീത്തോക്സി ഈത്തേൻ. ഇത്ര ഉള്ള കാര്യം, സിമ്പിളാ. അതാണ് ആൽക്കോക്സി ആൽക്കേൻ, മീത്തോക്സി ഈത്തേൻ എന്ന് വരും. ഇനി ഞാൻ ചോദിക്കട്ടെ, അടുത്ത പറയാണ്, നിങ്ങൾ പറഞ്ഞു നമുക്ക് പഠിച്ചു പോകാം മക്കളെ, ഇങ്ങോട്ട് നോക്ക്. CH3. നിങ്ങൾ എന്തിനു പേടിക്കണം? നമ്മൾ ഇതിന്റെ എല്ലാം ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണ് ചോദിക്കുക എന്ന ലെവൽ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടോപ്പിക്കൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരും. ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. ഓക്കെ അല്ലേ? പറഞ്ഞോ. ഇവിടെ നോക്കിയേ, ഈ ഓയുടെ ലെഫ്റ്റിലും റൈറ്റിലും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സെയിമാ. ലെഫ്റ്റിൽ ഒരെണ്ണം, റൈറ്റിൽ ഒരെണ്ണം. അപ്പൊ ഇങ്ങനെ മതി മക്കളെ, പഠിച്ചോ. മീത്തോക്സി, തോക്സി, മീത്തോക്സി മീതേൻ, മീതോക്സി മീതേൻ. സിമ്പിൾ ഒന്നുമില്ലടേ. മനസ്സിലായി? ഇനി അടുത്തത് CH3, CH2, CH2, O, CH3. ഓക്കെ, ഇനി ഓയുടെ ലെഫ്റ്റിലും റൈറ്റിലും നിങ്ങൾ നോക്കുക. ഓയുടെ ലെഫ്റ്റിൽ 3 കാർബൺ ആറ്റം ഉണ്ട്. 1, 2, 3. റൈറ്റിൽ 1 കാർബൺ ആറ്റം ഉള്ളു. 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമുക്കറിയാം പ്രൊപ്പേൻ എന്ന് വരും. 1 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ മീത്തേൻ. ഏറ്റവും കുറച്ച് കാർബൺ ആറ്റം ഏതാണോ അതിൻ്റെ കൂടെ ഓക്സി എന്ന് ചേർക്കുക, ഓക്സി എന്ന് ചേർക്കുക. അപ്പൊ എന്താ? മീത്തേൻ അല്ലേ ഏറ്റവും ചെറുത്? മീത്തോക്സി. 1, 2, 3. എന്താ? പ്രൊപ്പേൻ, പ്രൊപ്പേൻ. അല്ലെ? മനസ്സിലായ നേർക്ക്? മീതോക്സി പ്രൊപ്പേൻ എന്ന് വരും, മീതോക്സി പ്രൊപ്പേൻ എന്ന് വരും. ഓക്കെ, നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ. ഈ ഓക്സിജൻ കണ്ടോ? ഈ ഓക്സിജന്റെ ലെഫ്റ്റിൽ 1 കാർബൺ ആറ്റം, റൈറ്റിൽ 2 കാർബൺ ആറ്റം. ഏറ്റവും ചെറിയ കാർബൺ ആറ്റത്തിലൂടെ മീത്തേൻ അല്ല, ഓക്സി ചേർക്കുക, മീതോക്സി ഈതേൻ എന്ന് വരും, ഈതേൻ എന്ന് വരും. ഓക്കെ ആണോ? മീതോക്സി ഈതേൻ എന്ന് വരും, മീതോക്സി ഈതേൻ എന്ന് വരും. ഞാൻ ഒരെണ്ണം പറയും കൂടെ നോക്കിയേ. CH3, CH2, O, CH2, CH3. ഓക്കെ, CH3. ഒരു മിനിറ്റ്. CH2, CH3. നിങ്ങൾ പറ, ഈ ഓയുടെ ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ ആറ്റം, റൈറ്റ് സൈഡിൽ 3 എണ്ണം. 2 കാർബൺ ആറ്റം ആണെങ്കിൽ ഈതേൻ, 3 കാർബൺ ആറ്റം ആണെങ്കിൽ പ്രൊപ്പേൻ. 2 ആണെങ്കിൽ ഈതേൻ, 3 ആണെങ്കിൽ പ്രൊപ്പേൻ. 2 ആണെങ്കിൽ ഈതേൻ, 3 ആണെങ്കിൽ പ്രൊപ്പേൻ. അപ്പൊ ഏറ്റവും ചെറുത് ഈതേൻ അല്ലേ? അതിനോട് ഓക്സി ചേർക്കുക. എന്താ? ഈതോക്സി, ഈതോക്സി. എന്താ? പ്രൊപ്പേൻ, ഈതോക്സി പ്രൊപ്പേൻ, ഈതോക്സി പ്രൊപ്പേൻ. കിട്ടിയോ? അങ്ങനെയാണ്. അടുത്ത് പറയട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. CH3, CH2, O, CH2, CH3. നോക്കിയേ, ഈ ഓയുടെ ലെഫ്റ്റിൽ നോക്കുക, റൈറ്റിൽ നോക്കുക. രണ്ടിടത്തും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സെയിമാ. ഇവിടെ 1, 2, ഇവിടെ 1, 2. 2 സെയിം ആണെങ്കിൽ ഇവിടെ ഈതേനാണ്, ഇവിടെ ഈതേനാണ് അല്ലേ? അപ്പൊ എന്താ? ഈതോക്സി ഈതേൻ എന്ന് വരും അല്ലെ? ഈതോക്സി ഈതേൻ. പഠിച്ചല്ലോ എല്ലാ മക്കൾക്കും? 6 ഫങ്ഷണൽ ഗ്രൂപ്പ് മനസ്സിലായോ? ഒന്നാമത്തെ എന്താണ്? ആൽക്കഹോള് OH. 2 കാർബോക്സിലിക് ആസിഡ് COOH. 3 ആൽഡിഹൈഡ് അല്ലെ? CHO. 4 കീറ്റോൺ CO, C ഡബിൾ ബോണ്ടോ. 5ാമത്തെ ഹാലജൻ ക്ലോറോ ബ്രോമോ ഹൈഡ്രേറ്റ്. 6ാമത്തെ ഈതർ OR എന്ന് വരും.
ആൽക്കോക്സി ഗ്രൂപ്പ്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരോമാറ്റിക് സംയുക്തങ്ങളാണ്, ആരോമാറ്റിക് കോമ്പൗണ്ടാ. അത് കഴിഞ്ഞാൽ ഐസോമറിസം. എല്ലാം എല്ലാം ക്ലാസ് 2.5 ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രിഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ചെയ്യും. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മാക്സിമം കൂട്ടാനിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. See you, bye bye.